ഭാരത ക്രൈസ്തവ ചരിത്ര വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊല്ലം. അതിപുരാതന കാലം മുതൽ ധാരാളം വിദേശികൾ വ്യാപാര ആവശ്യത്തിന് ഇവിടെ വന്നിരുന്നു. വിശുദ്ധ തോമാശ്ലീഹ ഇവിടെ സുവിശേഷ പ്രചരണം നടത്തുകയും വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടി ഒരു ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു. ഈ ദേവാലയമാണ് കൊല്ലം തുറമുഖത്തിനടുത്തുള്ള ശുദ്ധീകരണ മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളി. വിശുദ്ധ ശ്ലീഹ ഇവിടെ കടൽ തീരത്ത് സ്ഥാപിച്ച കുരിശൻ ദേവാലയവും കടൽക്ഷോഭത്തിൽ നശിച്ചുപോയതുകൊണ്ട് രണ്ടാമത് ഒരു ദേവാലയം ഇവിടെ സ്ഥാപിച്ചു. രണ്ടാമത് നിർമ്മിച്ച ദേവാലയവും കടൽക്ഷോഭത്തിൽ ഇല്ലാതായപ്പോൾ നിർമ്മിച്ച മൂന്നാമത്തെ പള്ളിയാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാമത് സ്ഥാപിച്ച ദേവാലയത്തിന്റെ അടയാളങ്ങൾ വേലിയിറക്ക സമയത്ത് കടലിൽ ഇപ്പോഴും കാണാൻ കഴിയുമെന്നാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വിശുദ്ധ തോമാശ്ലീഹയെ കൂടാതെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും സുവിശേഷ പ്രചരണം നടത്തിയ സ്ഥലമാണ് കൊല്ലം. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ 2 സുറിയാനി മെത്രാന്മാരായിരുന്നു മാർ സാബോർ, മാർ പോത്ത് എന്നിവർ. കല്ലും മരവും ഉപയോഗിച്ച് കെട്ടിടപ്പണി കേരളത്തിൽ ആരംഭിച്ച കാലഘട്ടമായിരുന്നു അത്. കൊല്ലത്ത് തെരീസാപ്പള്ളിയും കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ ദേവാലയങ്ങളും ഈ വൈദികശ്രേഷ്ഠർ സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലവും ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചരിത്ര സംഭവങ്ങളും വ്യക്തമായിട്ട് ഈ ദേവാലയ ഭിത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വികാരിയച്ഛൻ്റെ വാക്കുകളിലൂടെ ഈ ദേവാലയത്തെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കാം. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. കേരളീയരായ നമുക്ക് സെൻറ് തോമസ് അപ്പോസ്തലൻ്റെ ശ്ലീഹായുടെ ചരിത്രം വളരെ സുപരിചിതമാണല്ലോ. വിശുദ്ധ തോമസ് ശ്ലീഹായാൽ സ്ഥാപിതമായ ഒരു ക്രൈസ്തവ സമൂഹമാണ് കേരളത്തിലുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. AD 52 തോമസ് ശ്ലീഹ കേരളത്തിൽ വരികയും 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട പള്ളിയാണ് കൊല്ലം പോർട്ടിലെ പരിശുദ്ധ ശുദ്ധീകരണ മാതാ ദേവാലയം. തോമസ് അപ്പോസ്തലൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സ്ഥാപിച്ച പള്ളികളെല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള പള്ളികളായിരുന്നു. ഈ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ പള്ളി ഏതാണ്ടൊരു 3ാമത്തെ രൂപാന്തരീകരണത്തിൽ നവീകരണത്തിൽ വന്ന പള്ളിയാണ്. ആദ്യത്തെ പള്ളി കടലിൽ മുങ്ങിപ്പോയി. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ തെളിഞ്ഞ ആകാശമുള്ളപ്പോഴൊക്കെ അത് കാണാറുണ്ടതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. അതുമാത്രവുമല്ല, വിശുദ്ധ തോമസ് ശ്ലീഹായുടെ തിരുനാൾ സമയങ്ങളിൽ ഇവിടെ നിന്ന് വഞ്ചിയുമായി വള്ളങ്ങളുമായി അവിടെ പോവുകയും അവിടെ കടൽ ബന്ധിരിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഇവിടെ ഉണ്ട്.
ഇന്ന് കാണുന്നത് മൂന്നാമത്തെ പള്ളിയാണ്. രണ്ടാമത്തെ പള്ളിയും കടലെടുത്ത് പോയി. ഇന്ന് നവീകരിക്കപ്പെട്ട ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് തന്നെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കേരളം സന്ദർശിച്ചപ്പോൾ ഇതിൻ്റെ മൂലക്കല്ല് കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പാപ്പായാൽ ആശീർവദിക്കുകയും അന്നത്തെ മെത്രാനായിരുന്ന ജോസഫ് ജി ഫെർണാണ്ടസ് ഇത് സ്ഥാപിക്കുകയും ചെയ്തു. ഏകദേശം 1800ഓളം കുടുംബങ്ങളുണ്ട്. വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാൾ ജൂലൈ മാസത്തിലും പരിശുദ്ധ ശുദ്ധീകരണ മാതാവിൻ്റെ തിരുനാൾ കൊമ്പരി തിരുനാൾ ഫെബ്രുവരി മാസത്തിലും, അതുപോലെ തന്നെ സ്വർഗാരോപണ തിരുനാൾ മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളികളിൽ മാതാവിൻ്റെ എല്ലാ തിരുനാളുകളും വളരെ ആഘോഷമായി കൊണ്ടാടുന്ന ഒരു വിശ്വാസ സമൂഹമാണ്. ഏറിയ പങ്കും മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ തന്നെയും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ വളരെയധികം മുന്നോട്ട് വികസനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ്. ഒരു ഇടവകകാരി എന്ന നിലയിൽ ഈ ഇടവക ജനത്തോടൊപ്പം സന്തോഷപൂർവ്വം അത് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഇറ്റലിയിലെ ഓർത്തോണയിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മനോഹര ദേവാലയം വിശ്വാസികളെ ആത്മീയതയിലൂടെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. വിശുദ്ധ തോമാസ് ലീഹായുടെ പൈതൃകവും പിന്തുടരുന്ന ഇവിടുത്തെ വിശ്വാസികൾ വിശുദ്ധൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും സജീവ സ്മരണയിൽ നിലകൊള്ളുന്നു.